ദോശയും ഇഡ്ഡലിയും അല്ലാതെ വേറെ ചില ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് ദോശമാവ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സൗത്ത് ഇന്ത്യയിലത്തെ ഒരു ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് വന്നിട്ട് ഉള്ളിദോശ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉള്ളിദോശ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ദോശയ്ക്കുള്ള ടോപ്പിങ്സ് റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ 2 മീഡിയം ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുകയാണ്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കൊത്തമല്ലി ഇല, പിന്നെ ഒരു 1/4 കപ്പ് തുരുവിയ ക്യാരറ്റ്. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, ഒരു നല്ലൊരു മിക്സ് കിട്ടാൻ വേണ്ടിയിട്ട്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ, ഉള്ളി ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉള്ളി കൂടുതൽ എടുക്കണം. അപ്പോഴാണ് ഉള്ളി ദോശ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇവിടെ ഞാൻ 2 ദോശ ഉണ്ടാക്കാൻ വേണ്ടി 2 മീഡിയം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഈ മിക്സിൽ അധികം നേരം നമ്മൾ മിക്സിന് എടുത്ത് വെക്കരുത്. എന്താണെന്ന് വെച്ചാൽ അതിൽ വെള്ളം ഇറങ്ങാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി ദോശ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ തവേനെ ലോ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ഒരു ഉള്ളി ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ദോശ തവയും പിടിക്കാണ്ട് നമുക്ക് മറിച്ചിടാൻ പറ്റും. ഇവിടെ ഞാൻ 2 കരണ്ടി ഫുള്ളായിട്ട് ദോശമാവാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഉള്ളി ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ദോശ മാവിനെക്കാട്ടിലും കുറച്ച് കട്ടി കൂടുതലുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ദോശയും കൂടി കുറച്ച് കനത്തിലുണ്ടാക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിന് മേലെ ഈ ടോപ്പിങ്സിനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ടോപ്പിങ്സിനെ ഒന്ന് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ടോപ്പിങ്സ് നമ്മൾ ദോശ മറച്ചിടുമ്പോൾ വീഴാണ്ടിയും ഇരിക്കാൻ സാധ്യത കൂടുതലാണ്. ഇവിടെ നമ്മൾ ഈ ദോശമാവിൻ്റെ മേലെ ഞാൻ ഫുള്ളായിട്ട് ദോശമാവ് കവറാവുന്ന പോലെ ഞാൻ ഈ ഉള്ളി, കൊത്തമല്ലി ഇല, പച്ചമുളകും പിന്നെ ക്യാരറ്റിൻ്റെ ടോപ്പിങ്സ് ഞാൻ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കരണ്ടി വെച്ചിട്ടൊന്ന് ഇതിനെ നമ്മളൊന്ന് ചട്ടുകം വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ അത് ദോശമാവിൻ്റെ ഉള്ളിൽ വെച്ച് അമർന്ന് ഇരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മറിച്ചിടുമ്പോൾ അത് വീഴാനുള്ള ചാൻസസ് കുറച്ച് കുറവായിരിക്കും. ഇതിനെ ഇതേപോലെ അമർത്തിയതിന് ശേഷം ഇതിന് മേലെ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉള്ളി ദോശയുടെ മേലെ പിന്നെ സൈഡിൽ കൂടിയും കുറച്ച് നമുക്കൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ നമുക്ക് ഈ എണ്ണയുടെ ചൂടൊന്ന് സഹായിക്കും. ഇതിന് മേലെ ഞാൻ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളി ദോശയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു മണവും ഫ്ലേവറൊക്കെ കിട്ടും. അപ്പോൾ നെയ്യ് പ്രത്യേകം ഒഴിച്ച് ഉള്ളി ദോശ ഉണ്ടാക്കുക. ഇതിനൊരു 3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് ആയതിന് ശേഷം പതുക്കനൊന്ന് മറിച്ചിടാം. എന്നിട്ട് മറ്റേ ഭാഗം കൂടിയും 3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ദോശേനെ തവയുടെ നടുക്കിൽ ഉള്ള പോലെ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ചൂട് യൂണിഫോമായിട്ട് എല്ലാം നമ്മുടെ ടോപ്പിങ്സിന് നന്നായിട്ട് വേവിക്കാൻ സഹായിക്കും. 3 മിനിറ്റ് ആയതിന് ശേഷം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എപ്പോഴും ഉള്ളി ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിരിക്കണം. അപ്പോഴാണ് ഉള്ളി ദോശ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ തുരുവിയ ക്യാരറ്റ് നമ്മൾ ഇതിൽ ചേർക്കുമ്പോൾ ദോശ നല്ല കളർഫുള്ളായിരിക്കും. അതേപോലെ തന്നെ ടേസ്റ്റും കുറച്ച് കൂടുന്നതായിരിക്കും. നമ്മൾ ഈ ടോപ്പിങ്സിൽ ഉപ്പിട്ടതിന് ശേഷം അധിക നേരം വെക്കരുത്, അതിൽ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഉപ്പ് ടോപ്പിങ്സിൽ മിക്സ് ആക്കി ഉടനെ തന്നെ നമുക്ക് ഉള്ളിദോശ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ സാധാരണ ദോശമാവിനെക്കാട്ടിലും കൂടുതൽ കട്ടിയായിരിക്കണം ഉള്ളിദോശയുടെ മാവ്. അപ്പോഴാണ് തിക്കായിട്ടുള്ള ദോശ ഉണ്ടാക്കാനും സാധിക്കുള്ളൂ. പിന്നെ തിക്കായിട്ട് ദോശ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ മേലെ ടോപ്പിങ്സും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാനും അത് സഹായിക്കും. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ വെച്ചിട്ടൊന്ന് വീട്ടിൽ തന്നെ ഉള്ളിദോശ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.